അബുക്ക പല സിനിമയിലും പണ്ടൊക്കെ സിനിമയിൽ പണ്ട് ഇടിമേടിക്കാൻ ഫ്ലൈറ്റിൽ കയറി അവിടെ പോയി ഇടിമേടിച്ച് തിരിച്ചു വന്ന് ഇടിമേടിക്കുന്ന ഒരു കഥാപാത്രങ്ങളിലൂടെ പോയ അബുക്കാനൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇവരൊക്കെ പുതിയ പുതിയ ആളുകളായിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു ചേഞ്ച് അബുക്കയുടെ ജീവിതത്തിൽ ഉണ്ടായേക്കുന്നത് എങ്ങനെയാണ്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 50 വർഷമാകാൻ പോകുന്നു. അപ്പം എല്ലാ മഹാരാജന്മാരുടെ കൂടെയും ഇങ്ങനെ ഒരു യാത്ര ചെയ്തു വന്ന് ഇപ്പോൾ ഇവരുടെ കൂടെയും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിലും നമുക്ക് പടങ്ങൾക്ക് കുറവില്ല, അത്യാവശ്യത്തിലുള്ള പടങ്ങളുണ്ട്, വെറൈറ്റി വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം തന്നെയാണ്. അതിൽ ആ അനുഭവം എന്ന് പറഞ്ഞാൽ സന്തോഷാനുഭവം തന്നെയാണ്. അതിൽക്കുള്ള വേറെ എന്ത് കിട്ടാനല്ലേ? വേറെ എന്ത് കിട്ടാനാ? കിട്ടുന്നൊരു ഭാഗ്യം അത്ര വലുതാണ്. അതെ. ചെയ്യാത്ത നടന്മാരുടെ ഏത് നടൻ്റെ കൂടെയാ ചെയ്യാത്തതെന്ന് വെച്ചാൽ ആരും ഉണ്ടാവില്ല അന്ന് മുതൽ ഇന്ന് വരെ അല്ലേ? തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, കന്നഡ പടം വരെ അഭിനയിച്ചു. അവിടെയാണ് വിജയം. നമുക്കൊക്കെ അഭിമാനമല്ലേ? എവിടെ പോയാലും അബൂക്കയുടെ പേര് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെയൊക്കെ അഭിനയിച്ച് വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നിനും മികച്ചതുമാണല്ലോ. ഈ ലുക്മാൻ്റെ അഭിനയങ്ങളും ധ്യാൻ്റെ അഭിനയവുമായിട്ട് രണ്ടും രണ്ട് ടൈപ്പായിരിക്കും എനിക്ക് തോന്നാറുണ്ട്. അബൂക്കാക്ക് തോന്നി എങ്ങനെയായിരിക്കും ഇവരുടെ സ്റ്റൈല്? ലുക്മാൻ്റെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ലുക്മാൻ 3ാമത്തെ പോലീസ് വേഷമാണ് ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത്. പോലീസ് വേഷം 3ാമത്തെ അല്ലാതെ ഈ 3 എനിക്ക് ഞാൻ കണ്ടത് ഇത് 3 തരത്തിൽ അവൻ അത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ആദ്യത്തെ പടത്തിലെ പോലീസ് തന്നെയല്ല ഇതിൽ.